സ്ട്രിങ് ഓഫ് ബനാന എന്നൊരു പ്ലാന്റാണ്. സ്ട്രിങ് ഓഫ് ബനാന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. ക്യൂരിയോ റാഡിക്കൻസ് എന്നൊരു ഫാമിലിയിൽപ്പെട്ട സക്കുലൻ പ്ലാന്റ്സ് ആണ് ഈ സ്ട്രിങ് ഓഫ് ബനാന പ്ലാന്റ്സ്. പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാവുന്ന പ്ലാന്റുകളാണ് സ്ട്രിങ് ഓഫ് ബനാന പ്ലാന്റ്സ്. ഇതിൻ്റെ ലീവ്സൊക്കെ കണ്ടോ, നല്ല ഫ്ലഷി ആയിട്ടുണ്ടാവും. ബനാന ഷേപ്ഡ് ലീവ്സ് ആയതുകൊണ്ടാണ് ഇതിന് സ്ട്രിങ് ഓഫ് ബനാന എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് പ്ലാന്റ് ആണെന്ന്. ഇത് കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാക്കും കേട്ടോ. അതിനൊരു സിന്നമണിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടാവും. ലൈറ്റ് ഒരുപാടൊന്നുമല്ല, വളരെ കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും. ചില പ്ലാന്റ്സ് യെല്ലോ ഫ്ലവേഴ്സും പ്രൊഡ്യൂസ് ചെയ്യും. ഇവർക്ക് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് അത്യാവശ്യമാണ് വളരാൻ വേണ്ടിയിട്ട്. ഒരുപാട് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അത് കരിഞ്ഞു പോകും. പക്ഷെ അതുകൊണ്ട് തന്നെ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റാണ് ഇവർക്ക് വേണ്ടത്. നമുക്കൊരു സിറ്റ് ഔട്ടിലോ അങ്ങനെയൊക്കെയുള്ള സെമി ഷെയ്ഡഡ് ഏരിയയിലൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്. വാട്ടറിങ് ഒരുപാട് കൊടുക്കാൻ പാടില്ല. ടോപ്പ് ലെയർ ഡ്രൈ ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വാട്ടറിങ് കൊടുക്കുന്ന പോലെ ആയിരിക്കണം. ടോപ്പ് ലെയർ സോയിൽ നോക്കുക, അത് ഒരുപാട് ഡ്രൈ ആണോ. ഡ്രൈ ആണെങ്കിൽ നമുക്ക് വാട്ടറിങ് കൊടുക്കാം, വെറ്റാണെങ്കിൽ വാട്ടറിങ് കൊടുക്കണ്ട. പിന്നെ നമുക്ക് കട്ടിങ്സിൽ നിന്നൊക്കെ നമുക്ക് ഇവരുടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. കുട്ടി കുട്ടി കട്ടിങ്സ് എടുക്കുക, നോട്ട്സ് നോക്കി കട്ട് ചെയ്തെടുക്കുക. അവരെ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജിഫി ബാഗിലോ അല്ലെങ്കിൽ കുഞ്ഞു പ്രൊപ്പഗേഷൻ ട്രേയിലോ അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ പോട്ടിലോ ഒക്കെ വെക്കുക. ജസ്റ്റ് ഒരുപാട് താഴ്ത്തി വെക്കരുത്, അതിന് ജസ്റ്റ് മുകളിലായിട്ട് വെക്കുക. ഒരുപാട് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അവർ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഒരു ജിഫി ബാഗിലാണ് ഞാൻ സാധാരണ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് വേര് പിടിച്ചെടുക്കാൻ എളുപ്പമാണ്. കോക്കോപിറ്റിലും നമുക്ക് ചെയ്യാം വേര് പിടിച്ചെടുക്കാൻ. അതിനുശേഷം വേര് പിടിച്ച ശേഷം നമുക്കതിന് നല്ലൊരു പോട്ടിംഗ് മിക്സിലോട്ട് മാറ്റാം. ഇവർക്ക് കോക്കോപിറ്റും മണ്ണും കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് പൗഡറൊക്കെ ചേർത്ത് ലേശം ലീഫ് മോൾഡ് അഥവാ കരിയിലപ്പൊടിയും കൂടിയും ചേർത്ത് ഒരു മിശ്രിതത്തിൽ നട്ട് വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫെർട്ടിലൈസിങ് ചെയ്യാം. NPK 19:19:19 നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാം, നിർബന്ധമില്ല. സാധാരണ മാർച്ച് മാസങ്ങളിലൊക്കെയാണ് കൊടുക്കുക, റെയിനി സീസണിൽ കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ ഈ സ്ട്രിങ് വെറൈറ്റിയിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. സ്ട്രിങ് ഓഫ് ബനാന മാത്രമല്ല, സ്ട്രിങ് ഓഫ് റൂബി നെക്ലേസ് വരും, സ്ട്രിങ് ഓഫ് പേഴ്സ്, സ്ട്രിങ് ഓഫ് റെയിൻ ഡ്രോപ്പ്, സ്ട്രിങ് ഓഫ് എന്താ പറയുക ഡോൾഫിൻസ്, അങ്ങനെ സ്ട്രിങ് ഓഫ് ഹാർട്ട്, അങ്ങനെ ഒരുപാട് സ്ട്രിങ് വെറൈറ്റികൾ തന്നെ ഉണ്ട്. എല്ലാവരും നല്ല ഭംഗി. ഒരു സ്ട്രിങ് ഓഫ് റൂബി നെക്ലേസ് പ്ലാന്റാണ്. റൂബി നെക്ലേസിന് കണ്ടോ നല്ല പിങ്ക് കളറിലുള്ള ഒരു സ്റ്റെമ്മാണ് വരുന്നത്. അപ്പോൾ പേഴ്സിന് ഉരുണ്ട മണികളായിരിക്കും, ബനാനയ്ക്ക് കുറച്ച് നീണ്ടതായിരിക്കും, റെയിൻ ഡ്രോപ്പിന് കുറച്ചും കൂടി വേറെ, അങ്ങനെ ഓരോന്നിനും ഓരോ ഷേപ്പായിരിക്കും അതിൻ്റെ ലീഫിന് ഉണ്ടാവുക. അതുപോലെ തന്നെ പോട്ടുകൾക്കൊക്കെ നല്ല ഹോൾസ് ഉണ്ടായിരിക്കണം. ഹോൾസ് ഇല്ലാത്ത പോട്ടുകളിൽ നട്ട് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ അവർ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഹോൾസ് വേണമെന്ന് പറയുന്നത്. നന്നായിട്ട് ഡ്രെയിനായി പോകണം. സോയിലിൽ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് ഡ്രെയിനായി പോകണം, അല്ലെങ്കിൽ നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്.